ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 12-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം പറയുന്നതിന് മുമ്പായിട്ട് പ്രിയപ്പെട്ടവരോട് ഒരു പ്രധാന അറിയിപ്പ് പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, 2024 ഡിസംബർ മാസം 31-ാം തീയതി ഒരു സർവൈശ്വര്യ പൂജ മഹാദേവൻ്റെ സന്നിധിയിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. 2025 വർഷം ഈ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകുവാൻ വേണ്ടി, അവരുടെ കുടുംബ ജീവിതം മെച്ചപ്പെടുവാൻ, മക്കളുടെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വരുവാൻ, അവർക്കുള്ളതെല്ലാം നല്ലതായി തീരുവാൻ, മാരകമായ രോഗങ്ങൾ വരാതിരിക്കുവാൻ, ആപത്തനർത്ഥങ്ങൾ വരാതിരിക്കുവാൻ, അവരുടെ കുടുംബം രക്ഷപ്പെടുവാൻ, ശത്രുക്കൾ ഉണ്ടാകാതിരിക്കുവാൻ, കടബാധകളാൽ ഭാരപ്പെടാതിരിക്കുവാൻ, വിവാഹം നടക്കാത്ത മക്കൾക്ക് വിവാഹം നടക്കുവാൻ, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടുവാൻ, അങ്ങനെ ഓരോരോ ആവശ്യങ്ങളും മഹാദേവൻ്റെ സന്നിധിയിൽ എണ്ണി എണ്ണി പറഞ്ഞ് മഹാദേവനെ പൂജിച്ച് ഒരു സർവൈശ്വര്യ പൂജ ചെയ്യുന്നു. അതിൽ പ്രിയപ്പെട്ടവരൊക്കെ പങ്കാളികളാകുക. പല വിധത്തിലുള്ള പ്രയാസങ്ങളെ നേരിട്ടാണ് ഒരുപാട് പേർ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഈ ജ്യോതിഷം കാണുന്നവരെല്ലാം വളരെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവരാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാകുവാൻ, മഹാദേവൻ്റെ നാമത്തിൽ ഒരു ഐശ്വര്യം വന്നു ചേരുവാൻ വേണ്ടി, അവർക്ക് അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളെക്കാൾ ഉപരിയായിട്ട് മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങളും ജീവിത സാഹചര്യങ്ങളും വന്നു ചേരുവാൻ വേണ്ടി മഹാദേവ സന്നിധിയിൽ സർവൈശ്വര്യ പൂജ ചെയ്യുന്നു. അപ്പോൾ ഈ പൂജയിൽ പങ്കുചേരുവാൻ വേണ്ടി 1001 രൂപയാണ് ദശാംശമായിട്ട് ചോദിക്കുന്നത്. സർവൈശ്വര്യ പൂജ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ പ്രിയപ്പെട്ടവർക്ക് 300 രൂപ തന്നെ തിരിച്ചു നൽകും. 300 രൂപ ക്യാഷായിട്ടല്ല, 300 രൂപയ്ക്ക് പ്രസാദവും കൊറിയർ ചാർജും തൊട്ടടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ അയച്ചു തരും. പിന്നെ പോയിട്ട് 700 രൂപയാണ് മിച്ചമുള്ളത്. ഈ 700 രൂപ കൊണ്ട് വേണം ഒരു വർഷം മുഴുവൻ പൂജ ചെയ്യാൻ. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ഒരു ദിവസം 2 രൂപയാണ് പൂജയ്ക്ക് വേണ്ടി ചിലവാകുന്നത്. അപ്പോൾ 2 രൂപ കൊണ്ട് എങ്ങനെ പൂജ ചെയ്യുമെന്ന് ചോദിച്ചാൽ, 100 പേരെ ഏറ്റവും കുറഞ്ഞത് വേണം, എങ്കിലേ 200 രൂപ ദിവസം ഉണ്ടാകത്തുള്ളൂ. ആ 200 രൂപ കൊണ്ട് വേണം ദിവസവും എല്ലാവർക്കും പൂജ ചെയ്യാൻ. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ഒരു വർഷം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് മഹാദേവൻ്റെ സന്നിധിയിൽ എല്ലാ ദിവസവും പൂജ ചെയ്യുന്നുണ്ട്. വെറും 2 രൂപ മുടക്കേ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇതൊരു കൂട്ടായ്മയായിട്ട് വരുന്നത് കൊണ്ടാണ്, അതായത് ഒരു കൂട്ടായ്മയുടെ ഭാഗമാണല്ലോ. അപ്പോൾ 100 പേരും 2 രൂപ വെച്ചെടുക്കുമ്പോൾ 200 രൂപയായി. പൂക്കൾ മേടിക്കുവാനും പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ക്രമീകരിക്കാനും അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവർ, നല്ലൊരു മനസ്സോടുകൂടി ഇതിൽ സഹകരിക്കുക. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് വിഷമ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകട്ടെ, നല്ല കാലം വരട്ടെ, നല്ല അനുഭവം വരട്ടെ, നിങ്ങൾക്ക് അധ്വാനിപ്പാൻ, ജോലി ചെയ്യുവാൻ ആരോഗ്യവും ബലവും ഉണ്ടാകട്ടെ. 2 രൂപയാണ് നിങ്ങൾ ഒരു ദിവസത്തിന് മുടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരത് മനസ്സിലാക്കി എല്ലാവരും ഈ പൂജയിൽ പങ്കുചേരണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. പൂജ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഗൂഗിൾ മീറ്റിൽ കൂടി അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരും. നിങ്ങൾ വാട്സപ്പിൽ കൂടി നിങ്ങളുടെ പേര്, നക്ഷത്രം, കുടുംബാംഗങ്ങളുടെ എല്ലാം പേര്, നക്ഷത്രവും, അതുപോലെ തന്നെ നിങ്ങളുടെ പോസ്റ്റൽ മേൽവിലാസവും ഇത് അയച്ചു തരാനുള്ള മേൽവിലാസവും ഒക്കെ വാട്സപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ആ വാട്സപ്പിലേക്ക് പൂജ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഗൂഗിൾ ലിങ്ക് അയച്ചു തരും, ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടി പൂജ നടക്കുന്നതൊക്കെ നേരിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്കും പൂജയിൽ പങ്കുചേരാം. അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കുചേരണമെന്ന് ഞാൻ താല്പര്യത്തോടുകൂടി മഹാദേവൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. അപ്പോൾ മഹാദേവനിൽ വിശ്വാസമുള്ളവരെല്ലാം ഞാൻ ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡിസംബർ മാസം 25-നുള്ളിൽ 1001 രൂപ നിങ്ങൾ അയച്ചു തരിക. ഫോൺ പേ ചെയ്യുകയോ ഗൂഗിൾ പേ ചെയ്യുകയോ ചെയ്യുക. അതിൻ്റെ നമ്പരൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ ചെയ്യണമേ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂർ. വ്യാഴാഴ്ച ദിവസം മേടക്കൂറുകാർക്ക് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം 2-ാം ഭാവത്തിൽ നിൽക്കുന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്. ചന്ദ്രൻ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ഒക്കെ ഉണ്ട്. എങ്കിലും അവർക്ക് 4-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് ധനം തികയാത്തൊരവസ്ഥയൊക്കെ വന്നേക്കാം. വീടും വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവം ഉണ്ടാകാം. മാതാവിൻ്റെ സ്ഥിതി മോശമാകാം. കടബാധകളാലും ശത്രുതകളാലും ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. പിന്നെ അവർക്ക് തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്.
എങ്കിലും അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അവർക്കൊരു രാജയോഗ തുല്യമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ധനത്തെ ചൊല്ലി ഉണ്ടായി അത് ദാമ്പത്യ ജീവിത സുഖക്കുറവിന് കാരണമായി തീരുവാനും സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം അവരുടെ ജന്മത്തിൽ നിൽക്കുന്ന ഒരു വ്യാഴാഴ്ച ദിവസമാണ്. അപ്പോൾ അന്യരാൽ മാനിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. ജാതകർക്ക് പുതിയ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയേക്കും. ധനസ്ഥിതി മെച്ചമായിരിക്കും. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. അവരുടെ 12ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വലിയ ദോഷമൊന്നും വന്നു ചേർന്നില്ല എങ്കിൽ പോലും ചെറുതായിട്ടുള്ളൊരു അസ്വസ്ഥതയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണല്ലോ. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഈ പറഞ്ഞ അസ്വസ്ഥതകളൊക്കെ, അതായത് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവയുടെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ അവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്നാൽ ചിലരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല നേട്ടങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക. അതും വലിയൊരു രാജയോഗ പോലെ. ഇപ്പോൾ ഒരു സുഹൃത്ത് മുഖേന നല്ല സഹായവും സഹകരണമൊക്കെ ഉണ്ടാകും. ചിലർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളും വന്നു ചേരും. അപ്പോൾ സമ്മിശ്രമായ അനുഭവമായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 2ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്ന ഒരു വ്യാഴാഴ്ച ദിവസമാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ അധിപൻ 12ലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നു, ശനി 9 നിൽക്കും. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് നല്ല ഒരു അനുഭവമൊന്നും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല. പക്ഷെങ്കിൽ ഇവരുടെ 2ാം ഭാവാധിപൻ ധനം, കുടുംബം, വിദ്യ എന്നീ ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ 11ാം ഭാവത്തിൽ നിൽക്കുകയും ചന്ദ്രൻ്റെ തൊട്ടു മുമ്പിൽ വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽഗുണവും ദാമ്പത്യ ജീവിതവും ഒക്കെ അവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖം, കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽഗുണം, മാതൃഗുണം അങ്ങനെയുള്ള എല്ലാ സൗഭാഗ്യമായ അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഇനി ആർക്കെങ്കിലും അതിന് സാധിച്ചില്ല എങ്കിൽ മനസ്സിൽ വിചാരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കണം. എന്താണ്? നിങ്ങൾ ജനിച്ച സമയത്ത് ഈ ചന്ദ്രനും വ്യാഴവും ഒക്കെ അനിഷ്ടം ചെയ്യുന്ന ഒരു ഗ്രഹമായിരുന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അങ്ങനെ അനിഷ്ടം ചെയ്യാത്ത ഒരു ഗ്രഹമാണെങ്കിൽ വ്യാഴം 12ൽ നിന്നു, ചന്ദ്രൻ 11ൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗ്രഹസ്ഥിതി വരുന്നതുകൊണ്ട് നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ മെച്ചമാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനും 10ാം ഭാവത്തിൻ്റെ അധിപനും തമ്മിൽ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ക്ഷേത്രം മാറി നിൽക്കുന്നു. ക്ഷേത്രം മാറി നിൽക്കുമ്പോൾ ഇവരുടെ തൊഴിൽ ഭാവത്തിൻ്റെ തൊട്ടു മുമ്പിൽ വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം നിൽക്കുമ്പോൾ അത് സുനഭായോഗം എന്ന് പറയുന്ന രാജയോഗമാണ്. തൊഴിൽപരമായുള്ളൊരു നേട്ടം കർക്കിടകക്കൂറുകാർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അതാണ് പ്രത്യേകത. അപ്പോൾ ഇവർക്ക് സുഖസ്വസ്ഥ ദേഹന്മാർ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ അവരുടെ ക്ഷീണവും പ്രയാസവും എല്ലാം മാറി അവർ ഉന്മേഷവാന്മാരായി തീരുന്ന ഒരു സമയമാണ്. കാരണം ചന്ദ്രൻ രാജയോഗം ചെയ്യുന്നു. ചന്ദ്രൻ രാജയോഗം ചെയ്യുന്നത് 2 വിധത്തിൽ രാജയോഗം ചെയ്യുന്നുണ്ട്. ഒന്ന്, അവരുടെ ജന്മഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു, ചൊവ്വയുടെ ക്ഷേത്രത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. അങ്ങനെ ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് ഒരു രാജയോഗം. രണ്ടാമത്തെ രാജയോഗം എന്ന് പറയുന്നത് ഈ ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ വ്യാഴം നിൽക്കുന്നു. അത് സുനഭായോഗം എന്ന് പറയുന്ന രാജയോഗമാണ്. അപ്പോൾ അത് തൊഴിൽപരമായുള്ള നേട്ടമാണ് ഈ കർക്കിടകക്കൂറുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ആ ഒരു നേട്ടമുണ്ട്. പിന്നെ കുടുംബസുഖം, ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല, അതൊരു വിഷയമാണ്. അതുപോലെ തന്നെ ഇവർക്ക് 6ാം ഭാവാധിപനാണ് ഇവർക്ക് 11ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ 6ാം ഭാവാധിപൻ 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ രോഗം, കടം, ശത്രുത എന്നിവയിൽ ഒരു ആശ്വാസം ലഭിക്കുന്ന സമയം കൂടിയാണെന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു. അപ്പോൾ ദാമ്പത്യ ജീവിത സുഖം ഇവർക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സമയമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകും. എന്നാൽ പ്രശ്നത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നു. മക്കളെ കൊണ്ടുള്ള ഇവരുടെ സാഹചര്യം ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നു. എങ്കിലും മക്കൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യവും ഉണ്ടെന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയൊക്കെയാണ്
കർക്കിടകക്കുറുകാർ വ്യാഴാഴ്ച ദിവസം കടന്നു പോകും. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ അനുഭവമുള്ളത് സുഖസ്വസ്ഥത, ദേഹനന്മ മെച്ചപ്പെടും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് ആരോഗ്യമുണ്ടാകുന്ന ദിവസമാണ്, രോഗസൗഖ്യമുണ്ടാകുന്ന ദിവസമാണ്, തൊഴിൽപരമായുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്, രോഗം, ശത്രുത, കടം എന്നിവയിൽ ആശ്വാസം വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. എന്നാൽ പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ ഉണ്ടെങ്കിലും പോലും നാളത്തെ ദിവസം ഇതൊന്നും വരാതെ കടന്നു പോകും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി ചിങ്ങക്കുറുകാരുടെ കാര്യം ചിന്തിക്കാം. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം അവരുടെ 10ാം ഭാവത്തിൽ 5ാം ഭാവാധിപൻ നിൽക്കുന്ന ഒരു വ്യാഴാഴ്ച ദിവസമാണ്. 5ാം ഭാവത്തിൻ്റെ അധിപൻ വ്യാഴം കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നൊരു ദിവസമാണ്. അങ്ങനെ നോക്കുമ്പോൾ പുത്രഗുണവും തൊഴിൽ ഗുണവും ഒക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു വ്യാഴാഴ്ച ദിവസമാണെന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഈ വ്യാഴം ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനാണ്. ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ വ്യാഴം ഈ കേന്ദ്രഭാവത്തിൽ വരുമ്പോൾ ദോഷവും സംഭവിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ദോഷം സംഭവിക്കുന്നത് വെച്ചാൽ, ഇവർക്ക് 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. ഓക്കെ, 10ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുന്നു. തൊഴിലിൻ്റെ ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുമ്പോൾ തൊഴിൽ സാധ്യതകൾ അനുകൂലമാണ്, ധാരാളം തൊഴിൽ കിട്ടും. പക്ഷെങ്കിൽ മറുവശം ചിന്തിക്കുമ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനാണ് തൊഴിൽ വശത്ത് നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപൻ തൊഴിൽ രംഗത്ത് വരുമ്പോൾ ഒന്നുകിൽ ഇവർക്ക് തൊഴിൽ ചെയ്യാൻ പറ്റാത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. രണ്ടാമത്തെ കാര്യം, ഇവർ ഇനി എത്ര കഷ്ടപ്പെട്ടാലും കിട്ടുന്ന പൈസ ഇവർക്ക് ചിലവായിപ്പോവും, അല്ലെങ്കിൽ അത് ഗുണകരമാകണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ദോഷവശവും കൂടി ഉണ്ടാകും. ഒന്നുകിൽ രോഗത്താൽ അവർ ഭാരപ്പെടും, അല്ലെങ്കിൽ ചെയ്താൽ കഷ്ടപ്പെടുന്നതനുസരിച്ചുള്ള പ്രതിഫലം അവർക്ക് കിട്ടാതെ അവർ നിരാശപ്പെട്ടു പോകും. ഇപ്പോൾ ഈ 2 ദോഷങ്ങളും അവർക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഓരോ സർവൈശ്വര്യ പൂജയുടെ പ്രാധാന്യം എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. കാരണം ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതിയൊക്കെ ഉള്ള ജാതകരൊക്കെ സർവൈശ്വര്യ പൂജ കാണണം. കാരണം അവർ അധ്വാനിക്കുന്ന ഇതിൻ്റെ പണം അവർക്ക് കിട്ടണം. ആ പണം കൊണ്ട് അവരുടെ ജീവിതം നല്ല രീതിയിൽ പോകണമെങ്കിൽ ഒരു ദൈവികമായ ശക്തിയുടെ സഹായം ആവശ്യമാണ്. നവഗ്രഹങ്ങൾ തരുന്ന ഈ ദോഷത്തെ ഇല്ലാതാക്കുവാൻ ദൈവികമായ ശക്തിക്ക് മാത്രമേ കഴിയുള്ളൂ. അത് ചിങ്ങക്കുറുകാർക്കറിയാം. ചിങ്ങക്കുറിൽപ്പെട്ടവർക്ക് ദശാകാലം നല്ലതാണെങ്കിൽ ഒരുപക്ഷെ ഇത് ബാധകമാകത്തില്ല, അല്ലാത്തവർക്ക് ബാധകമാകും. അല്ലാത്തവർക്ക് ജോലിയുണ്ട്, ജോലി ചെയ്യാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും കാലിന് വേനയോ കൈക്ക് വേനയോ നടുവിന് വേനയോ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് അതങ്ങ് മാറും. അപ്പോൾ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഇനി ജോലി ചെയ്താലോ കിട്ടുന്ന പൈസ അവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ മക്കളെ കൊണ്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമാണ്. ദാമ്പത്യ ജീവിത സുഖം കുറവാണ്. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും ഏറെക്കുറെ കുഴപ്പമില്ലാത്ത സാഹചര്യത്തിൽ കൂടി പോയാൽ പോലും ഈ ഒരു അനുഭവം അവർക്കുണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം അവരുടെ ഭാഗ്യഭാവത്തിൽ വ്യാഴം നിൽക്കുന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്. പക്ഷെങ്കിൽ അവരുടെ 11ാം ഭാവാധിപൻ എവിടെയാണ് നിൽക്കുന്നത്? അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. 11ാം ഭാവാധിപൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ വ്യാഴം അവർക്ക് ഭാഗ്യഭാവത്തിൽ നിന്നാലും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് അവർക്ക് വലിയ ഗുണമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവരുടെ 11ാം ഭാവാധിപൻ ചന്ദ്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമത്തിൻ്റെ അധിപൻ 11ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രം മാറി നിൽക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാവത്തിൻ്റെ അധിപനും ഈ ചൊവ്വ തന്നെയാണ്. അപ്പോൾ ഈ ചൊവ്വയും ചന്ദ്രനുമൊക്കെ ക്ഷേത്രം മാറി നിൽക്കുന്നു. വ്യാഴം ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് തരക്കേടില്ലാത്ത അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് കന്നിക്കൂറുകാർ അറിയണം. കാരണം കന്നിക്കൂറുകാർ ഒരുപാട് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നതാണ്. പക്ഷെങ്കിൽ ഇവരുടെ 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് വലിയ ദോഷം ചെയ്യുന്നു. 7 നിൽക്കുന്ന രാഹുവും വലിയ ദോഷം ചെയ്യുന്നു. അപ്പോൾ ശനിയുടെ 2ലാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശനി ഇവർക്ക് നല്ല അനുഭവങ്ങളെ കൊടുക്കാൻ വേണ്ടി ധനം അല്ലെങ്കിൽ ഇവരുടെ കടബാധകളൊക്കെ കൊടുക്കുവാൻ വേണ്ടി ശനി ഇവരെ അനുഗ്രഹിക്കുമ്പോൾ രാഹു അവിടെ നിന്ന് തടസ്സം സൃഷ്ടിക്കുകയാണ്. ധനഭാവത്തിൽ രാഹു തടസ്സം സൃഷ്ടിക്കുന്നു. 7ലെ രാഹു തടസ്സം സൃഷ്ടിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, കടബാധകളെ ചൊല്ലി കടം തീർക്കാൻ പറ്റാത്തൊരവസ്ഥ, അതുപോലെ തന്നെ ജീവിതത്തിലെ ഒരു കാര്യത്തിനും ഒരു നീക്കുപോക്കില്ലാത്ത സാഹചര്യം, സുഹൃത്തുക്കൾ സഹോദരങ്ങളെ കൊണ്ടുള്ള ഒരു പ്രതീക്ഷ നാളെ അവർക്ക് ഉണ്ടാകുമെങ്കിലും അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരുപക്ഷെ നല്ല അനുഭവമായി വന്നു ചേരാം. ചിലർക്ക് പ്രതീക്ഷയ്ക്കൊത്ത് വിജയം ഉണ്ടാകണമെന്നുമില്ല. അതാണൊരു വിഷയം. കാരണം
ഈ 11-ാം ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 11-ാം ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൽ നിൽക്കാതെ വേറെ ഏതെങ്കിലും ഒരു രാശിയിൽ നിന്നുകൊണ്ട് 7-ലോ 10-ലോ ഒക്കെ നിൽക്കുകയും അങ്ങനെ ക്ഷേത്രം മാറി പരസ്പരം ഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്താൽ ഒരു രാജയോഗമായ അനുഭവം വന്നതിനെയും ഇതിപ്പോൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള ഫലം കിട്ടാത്തൊരു സാഹചര്യമാണ് വന്നു ചേരുക. പിന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം ഒരു നേട്ടം പ്രതീക്ഷിക്കാം. അതാണ് കന്നിക്കൂറുകാർക്ക് ഈ വ്യാഴാഴ്ച ദിവസം അനുഭവം. ദൈവാധീനമുള്ളവർക്ക് ഒരുപക്ഷെ നേട്ടമായി വന്നു ചേർന്നേക്കാം, അല്ലാത്തവർക്ക് അത് ഗുണകരമാകണമെന്നില്ല. കാരണം 11-ാം ഭാവാധിപൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത് പ്രതിസന്ധി ഉണ്ടാക്കും വരുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് അഷ്ടമത്തിൻ്റെ അധിപൻ 11-ലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യവുമാണ്. അഷ്ടമത്തിൻ്റെ അധിപൻ ഒരു പാപഗ്രഹമാണ്. അത് 11-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. പക്ഷെങ്കിൽ 11-ാം ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൽ പോകുന്നത് കൊണ്ട് അത് ദോഷത്തെ ചെയ്യും. 11-ാം ഭാവത്തിൻ്റെ അധിപൻ 9-ലോ 10-ലോ 5-ലോ 4-ലോ ഒക്കെ നിൽക്കുകയായിരുന്നെങ്കിൽ വലിയ നേട്ടമായേനെ. പക്ഷെങ്കിൽ ഇത് അഷ്ടമത്തിൽ പോകുന്നതുകൊണ്ട് വലിയ പ്രതീക്ഷകളൊന്നും വെച്ച് പുലർത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും അതുപോലെ സാധിച്ചെടുക്കാൻ പറ്റുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെസ്സേജ്. ആ ഒരു മെസ്സേജാണ് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്. വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും അപ്പടി സാധിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പം ജ്യോതിഷത്തിൽ അല്പമൊക്കെ അറിയാവുന്ന ഒരാൾ നോക്കുമ്പോൾ 11-ാം ഭാവാധിപൻ ക്ഷേത്രം മാറി നിൽക്കുന്നു, ചൊവ്വ 11-ാം ഭാവത്തിലേക്ക് വന്ന് നിൽക്കുന്നു. അങ്ങനെ അങ്ങ് നോക്കുമ്പോൾ രാജയോഗമല്ലേ എന്നൊരു ചോദ്യം വരും. പക്ഷെങ്കിൽ 11-ാം ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്നത് അഷ്ടമത്തിലാണ്. അതുകൊണ്ടാണ് ഒരു വിഷയം വരുന്നത്. അപ്പോൾ കന്നിക്കൂറുകാർ മനസ്സിലാക്കുക, നാളത്തെ ദിവസം കുടുംബസുഖവും കാര്യവിജയവും ഒക്കെ അവർക്കുണ്ടാകേണ്ട ഒരു ദിവസമാണെങ്കിലും അത് ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു നേട്ടമായി വന്നു ചേരുന്ന ദിവസമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ സാഹചര്യം അനുസരിച്ചൊക്കെ പ്രവർത്തിക്കണം, ദോഷമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടണം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 വാദം ചോതി വിശാഖം 3/4 നാളുകാർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്ന് ചതിവ് പറ്റാനോ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവർ വഞ്ചിക്കുവാനോ ഒക്കെ സാഹചര്യം ഉണ്ടാകുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. പ്രത്യേകിച്ച് ധനപരമായ വിഷയത്തിൽ ചതിവ് പറ്റാനും സുഹൃത്തുക്കൾ ശത്രുക്കളാകുവാനും ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ കേന്ദ്രഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ പോലും ഈ ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിലുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമാണെങ്കിലും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ചതിവ്, അതുപോലെ തന്നെ അവർ മുഖേന ശത്രുതയൊക്കെ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുവാനും സാധ്യതയുണ്ട്. കടബാധകളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ അലട്ടുന്ന ഒരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം. എന്നാൽ ഇവർക്ക് ഭാഗ്യാധിപൻ 7-ാം കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ബലവാനായി നിൽക്കുന്നു. ഭാഗ്യാധിപൻ രാജയോഗം ചെയ്ത് നിൽക്കുന്നു. അതുകൊണ്ട് ഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേർന്ന് പ്രതിസന്ധികളൊന്നും ഉണ്ടാകാതെ തന്നെ ഇവർ മുമ്പോട്ട് പോകും എന്നുള്ളതും ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ ജനിച്ച സമയത്ത് ചന്ദ്രനും ചൊവ്വയും ബലമുള്ള ഗ്രഹങ്ങളാണ്, അനുകൂലമായ ദോഷം ചെയ്യാത്ത ഗ്രഹങ്ങളാണെങ്കിൽ നാളത്തെ ദിവസം തീർച്ചയായിട്ടും രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാം. ഭാഗ്യം കൊണ്ടും ഒക്കെയുള്ള നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് നാളത്തെ ദിവസത്തിലെ പ്രത്യേകത. പക്ഷേങ്കിൽ ഈ സുഹൃത്തുക്കൾ, സഹോദരങ്ങളുമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ അല്ലെങ്കിൽ ഇടപാടുകളൊക്കെ വളരെ സൂക്ഷിക്കണമെന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അത് ചതിവ് പറ്റാനോ ധനനഷ്ടത്തിനോ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിന്നെ ഈ ദാമ്പത്യ ജീവിതം മുഖേന ഭാര്യ ഭർത്താവ് മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അപ്പോൾ തൊഴിൽ ഗുണം, അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ പോലും, ദാമ്പത്യ ജീവിതം അനുകൂലമാണെങ്കിൽ പോലും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ അവരുമായിട്ടുള്ള ഇടപാടുകൾ, സഹകരണങ്ങളൊക്കെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അവരുടെ 5-ാം ഭാവത്തിൻ്റെ അധിപനും 2-ാം ഭാവത്തിൻ്റെ അധിപനുമാണ്. കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്. അപ്പോൾ ഈ വ്യാഴം അവർക്ക് അനുകൂലമായ ഫലത്തെ കൊടുക്കേണ്ട ഒരു ദിവസമാണെങ്കിൽ പോലും ഇവരുടെ ജീവിതത്തിൽ കാര്യമായ നേട്ടങ്ങൾ വന്നു ചേരാത്തൊരു സമയമാണ് വൃശ്ചികക്കൂറുകാർക്ക്. വ്യാഴം കേന്ദ്രഭാവത്തിൽ നിന്നിട്ട് പോലും വൃശ്ചികക്കൂറുടെ ജീവിതത്തിൽ ഒരു നേട്ടമില്ല. കാരണം അവരുടെ ജന്മഭാവത്തിൽ ഇപ്പോൾ
സൂര്യൻ നിൽക്കുന്നൊരു സമയമാണ്. സൂര്യൻ ജന്മത്തിൽ നിന്നാൽ തന്നെ മോശമാണ്. തൊഴിൽപരമായുള്ള പ്രതിസന്ധി ഉണ്ടാകും. ബന്ധുക്കളുമായിട്ടും സ്വന്തക്കാരുമൊക്കെ ആയിട്ട് കലഹത്തിന് സാധ്യതയുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നും ഭരണതലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ നിന്നുമുള്ള ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ചതിവൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വൃശ്ചികക്കുറുകാർക്ക് അനുഭവത്തിൽ ഉണ്ടാകുന്നൊരു സമയമാണിപ്പോൾ. അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ഭാഗ്യം ഇവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ വൃശ്ചികക്കുറുകാർക്ക് അവരുടെ ഭാഗ്യത്തിൻ്റെ അധിപനായ ചന്ദ്രൻ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ 2-ൽ വ്യാഴം നിൽക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഒരാശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. രോഗം, കടബാധ്യത, ശത്രുത എന്നിവയിലൊന്നും വലിയ ദോഷമൊന്നും വന്നു തരാതെ ഒരു ആശ്വാസത്തിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞിരിക്കുക. തൊഴിൽ ഗുണം കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതും മനസ്സിലാക്കണം. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ അവരുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് അഷ്ടമത്തിൻ്റെ അധിപനായ ചന്ദ്രനാണ്. ആ ചന്ദ്രൻ സുനഭായോഗം എന്ന് പറയുന്ന രാജയോഗം ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ഉള്ളത്. പക്ഷെങ്കിൽ അഷ്ടമത്തിലെ ചന്ദ്രനായതുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങളൊന്നും വന്നു ചേർന്നില്ല എങ്കിലും നിരാശപ്പെടേണ്ട. കാരണം വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കത്തില്ല. ചന്ദ്രൻ അഷ്ടമരാശിയുടെ അധിപനാണ്. ആ ചന്ദ്രനാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിജയിക്കേണ്ട സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ചന്ദ്രനെ കൊണ്ട് കാര്യവിജയം ഉണ്ടാകില്ല എങ്കിലും വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരത്തില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് നാളത്തെ ദിവസം തിക്താനുഭവങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. രോഗം, ദുഃഖം, കടം എന്നിവയിലൊക്കെ ആശ്വാസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ഏറെക്കുറെ അനുകൂലമായി പോകുന്നൊരു ദിവസം കൂടിയാണ്. വലിയ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നുള്ളത് ഈ ധനുക്കൂറുകാർ മനസ്സിലാക്കുക. കാരണം അവരുടെ 12-ാം ഭാവാധിപൻ ബലവാനായിട്ട് നിൽക്കുന്നു. അതൊരു ദോഷവശം. അതുപോലെ തന്നെ അവരുടെ അഷ്ടമത്തിൻ്റെ അധിപൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് നല്ലതല്ല. തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ 12 നിൽക്കുന്നു. അത് നല്ലതല്ല. സൂര്യനും ബുധനും 12 നിൽക്കുന്നു. അത് നല്ലതല്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ധനുക്കൂറുകാർക്ക് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല. എങ്കിലും ഈശ്വരാനുഗ്രഹം കൊണ്ട് വ്യാഴാഴ്ച ദിവസം വലിയ ദോഷമൊന്നും വന്നു ചേരാതെ കടന്നു പോകുമെന്നുള്ളത് വിശ്വസിക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്. അപ്പോൾ അവർക്ക് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 7-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു വ്യാഴാഴ്ച ദിവസമാണ്. അപ്പോൾ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. പുതിയ വാഹനം വാങ്ങിക്കാൻ സാധിക്കും. പുതിയ വീട്, പുതിയ വസ്തു ഒക്കെ വാങ്ങിക്കുവാൻ സാധിക്കും. അതൊക്കെ നേട്ടമായി വന്നു ചേരുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അപ്പോൾ കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിക്കാം. ആർക്കും ദോഷമൊന്നും വന്നു ചേരുന്നൊരു ദിവസമല്ല. എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും വ്യാഴാഴ്ച ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടം, കുടുംബസുഖം, തൊഴിൽ ഗുണം, കാര്യവിജയം, വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് മകരക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അധിപനായ വ്യാഴം കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്. ചന്ദ്രൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. 6-ാം ഭാവാധിപനായ ചന്ദ്രൻ 3-ൽ നിൽക്കുന്നു. 3-ാം ഭാവാധിപൻ 6-ൽ നിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്ന ഒരു ദിവസമാണ്. തൊഴിൽഭാവത്തിൻ്റെ അധിപൻ നീചഭംഗം ചെയ്തു നിൽക്കുന്നു. തൊഴിൽ ഗുണമുണ്ട്. 10-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. ബുധൻ നിൽക്കുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല നല്ല അനുഭവങ്ങൾ ഈ കുംഭക്കൂറുകാർക്ക് വ്യാഴാഴ്ച ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രന് വ്യാഴം 2-ൽ നിൽക്കുന്നതുകൊണ്ട് സുനഭായോഗം എന്ന് പറയുന്ന രാജയോഗം വന്നു ചേരുന്നു. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരെ കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. അവരെ കൊണ്ട് രാജയോഗ തുല്യമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും വ്യാഴാഴ്ച ദിവസം കുംഭക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. അവർക്ക് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ആ ഭാഗ്യാധിപനെ ഈ തൊഴിൽഭാവത്തിൻ്റെ അധിപനും വീക്ഷിക്കുന്നത് കൊണ്ട്
ഭാഗ്യകരമായ അനുഭവങ്ങൾ തൊഴിൽ ഭാവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണെന്നുള്ളതും ഈ കുംഭക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അധിപനായ വ്യാഴം 3-ൽ നിൽക്കുന്നു. അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം. വ്യാഴം 3-ൽ നിൽക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അപ്പോൾ 2-ൽ നിൽക്കുന്ന ചന്ദ്രനും 2-ാം ഭാവത്തിൻ്റെ അധിപനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് കൊണ്ട് കാര്യവിജയം, അതുപോലെ തന്നെ കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ ഉണ്ടായാൽ പോലും ഇവർക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മ, തൊഴിൽ ഗുണമൊന്നും അത്ര അനുകൂലമാകണമെന്നില്ല. എന്നാൽ ഇവർക്ക് 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ അനുകൂലമായ സാഹചര്യത്തിൽ നിൽക്കുന്നു. ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ വ്യാഴം ശുക്രനെ വീക്ഷിക്കുന്നതുകൊണ്ടൊക്കെ തൊഴിൽ രംഗത്തെ പ്രതിസന്ധിയും മാറി നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അങ്ങനെ നോക്കുമ്പോൾ കുടുംബ സുഖം, ധനപരമായ നേട്ടം, സുഖം, സ്വസ്ഥത, ദേഹനന്മ, തൊഴിൽ ഗുണം, ദാമ്പത്യ ജീവിത വിജയം, അങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളായി വന്നു ചേർന്ന് എല്ലാവിധത്തിലുള്ള നല്ല അനുഭവങ്ങളും മീനക്കുറുകാർക്ക് വന്നു ചേരുന്നൊരു വ്യാഴാഴ്ച ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മക്കളെ കൊണ്ടും ഒക്കെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുക. എന്നാൽ ചിലർക്ക് വ്യാഴം ജനിച്ച സമയത്ത് ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ അവർക്ക് ധനം തികയത്തില്ല, കടം മേടിക്കേണ്ട സാഹചര്യം വന്നു ചേരും. തൊഴിൽ പ്രതിസന്ധി അവർ അനുഭവിക്കും എന്നുള്ളതും ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറയുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ സർവേശ്വര്യ പൂജയിൽ പങ്കുചേരാനുള്ള മനസ്സുണ്ടാകട്ടെ. അതിനുള്ള ധനം അവർക്ക് വന്നു ചേരട്ടെ. മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരിലും, എല്ലാ പ്രിയപ്പെട്ടവരിലും, ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും മഹാദേവൻ്റെ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.